RTX 30 സീരീസിലുള്ള കാർഡുകൾക്ക് NVIDIA ഒഫീഷ്യലായിട്ട് കറന്റ് ജെൻ ഫ്രെയിം ജനറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 30 സീരീസിലെ ടോപ്പ് എൻഡ് കാർഡായിരുന്ന RTX 3080, 3090 ഓണേഴ്സിനൊക്കെ ഈ ഫീച്ചർ കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു PC എന്തൂസിയാസിസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു RTX 3090 ഉപയോഗിച്ച് ഗെയിം റെൻഡർ ചെയ്യുന്നു. അതേസമയം ഒരു വില കുറഞ്ഞ RTX 3050 ഉപയോഗിച്ച് ഫ്രെയിം ജനറേഷൻ മാത്രം ചെയ്യുന്നു. അവസാനം 4K റെസൊല്യൂഷനിൽ 144 FPS വരെ എത്തിക്കാൻ കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? ശരിക്കും 144 FPS ആണോ? ഇതിനെന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് ഗുണങ്ങൾ, ദോഷങ്ങൾ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലൂസ്ലെസ് സ്കെയിലിംഗ് വിത്ത് 2 GPUs എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഫ്രെയിം ജനറേഷൻ എന്താണ്? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഫ്രെയിം ജനറേഷൻ എന്നത് GPU കൂടുതൽ ഫ്രെയിമുകൾ റെൻഡർ ചെയ്യുന്നു എന്നല്ല. പകരം AI ഉപയോഗിച്ച് 2 യഥാർത്ഥ അല്ലെങ്കിൽ 2 റിയൽ ഫ്രെയിമിൻ്റെ ഇടയിലേക്ക് ഒരു AI ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗെയിം ഒരു 70 FPS റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിം ജനറേഷൻ ഉപയോഗിച്ചിട്ട് അത് 140 FPS പോലെ കാണാൻ കഴിയും. അതുകൊണ്ട് ഗെയിം കൂടുതൽ സ്മൂത്തായി തോന്നും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഡുവൽ GPU സെറ്റപ്പ് എങ്ങനെ ലൂസ്ലെസ് സ്കെയിലിംഗ് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്ന പരിപാടി നമുക്ക് നോക്കാം. ഈ സിസ്റ്റത്തിൽ 2 GPUകളുണ്ട്. അതായത് RTX 3090യുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം റെൻഡർ ചെയ്യുന്നു. നമ്മുടെ RTX 3050യുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ജനറേഷൻ മാത്രം ചെയ്യുന്നു. ഇത് NVIDIAയുടെ മറ്റേ SLI പോലെയുള്ള ഒരുമിച്ചുള്ള ഒരു പരിപാടി, അതായത് ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്ന ടെക്കൊന്നും അല്ല. 2 GPUകളും ചേർന്ന് റെൻഡറിങ് ചെയ്യുന്നില്ല. ഓരോ GPUക്കും ഓരോ പ്രത്യേക ജോലിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 2 GPU എല്ലാം കൂടി ഒരു GPU വെച്ച് ചെയ്തുകൂടെ എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നിയേക്കാം. സാധാരണ ഫ്രെയിം ജനറേഷൻ അതേ GPUവിൽ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ GPUയുടെ പവർ രണ്ടായിട്ട് ഷെയർ ചെയ്യും. ഒരു ഭാഗം ഗെയിം റെൻഡർ ചെയ്യാനായിട്ടും മറ്റൊരു ഭാഗം AI ഫ്രെയിം ജനറേഷൻ എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടും കൂടി GPUയുടെ പവർ ഷെയർ ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ നേറ്റീവ് FPS കുറയ്ക്കാനായിട്ടുള്ളൊരു കാരണമാണ്. പക്ഷേ ഇവിടെ ഫ്രെയിം ജനറേഷൻ ഒരു വേറെ GPU ഹാൻഡിൽ ചെയ്യണതുകൊണ്ട് RTX 3090ക്ക് മുഴുവൻ പവറും ഗെയിം റെൻഡറിങ്ങിനായിട്ട് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡുവൽ GPU വെച്ച് ലൂസ്ലെസ് സ്കെയിലിംഗ് റൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മോണിറ്റർ മെയിൻ GPU വെച്ച് കണക്ട് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മോണിറ്റർ എന്തുകൊണ്ട് നമ്മുടെ RTX 3050യിലേക്ക് കണക്ട് ചെയ്യുന്നു? ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഫ്രെയിം ജനറേഷൻ ചെയ്ത അവസാനത്തെ ഇമേജ് RTX 3050 ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോണിറ്റർ നേരിട്ട് 3050യിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ RTX 3090യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രെയിം വീണ്ടും തിരിച്ച് സെക്കൻഡ് GPUയിലേക്ക് ഫ്രെയിം ജനറേഷന് വേണ്ടിയിട്ട് അയക്കും. അപ്പോൾ ഇത് കൂടുതൽ ലേറ്റൻസി, നമ്മുടെ PCI ബാൻഡ്വിഡ്ത്ത്, ട്രാഫിക് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യും. ബേസിക്കലി ഇത് ഗെയിം വീണ്ടും റെസ്പോൺസീവ് അല്ലാത്ത രീതിയിൽ ആക്കും. ചിലപ്പോൾ സ്ക്രീൻ സ്റ്റട്ടറിങ് പരിപാടി കാര്യങ്ങളൊക്കെ, ഞാൻ സ്റ്റട്ടർ ചെയ്യുന്നു പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കോമൺ ഡൗട്ടാണ് നമുക്ക് കിട്ടുന്നത്, ശരിക്കും 144 FPS ആണോ? നമ്മുടെ RTX 3090 യഥാർത്ഥത്തിൽ 144 FPS റെൻഡർ ചെയ്യുന്നില്ല. ഗെയിം ഏകദേശം 71 FPS ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ ബാക്കി പരിപാടി ചെയ്യുന്നത്. ലൂസ്ലെസ് സ്കെയിലിംഗ് AI ഉപയോഗിച്ചുകൊണ്ടിട്ട് കറന്റ് ജെൻ ഫ്രെയിം ജെൻ ടെക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിസ്പ്ലേയിൽ 144 FPS കാണും. പക്ഷേ ഇൻപുട്ട് റെസ്പോൺസീവ്നെസ് ഒക്കെ ഇപ്പോഴും ഏകദേശം 71 FPS പോലെയാണ്. അപ്പോൾ സ്മൂത്തായിട്ടുള്ള വിഷ്വൽസ് കിട്ടും. പക്ഷേ നേറ്റീവ് 144 FPS ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റെസ്പോൺസീവ്നെസ് ഒന്നും ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഈ റെഡിറ്റിൽ കണ്ട ഈ ന്യൂസിലുള്ള ഈ സെറ്റപ്പിൽ ഉപയോഗിച്ച ഹാർഡ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഗെയിം റെൻഡർ ചെയ്യാനായിട്ട് 3090, ഫ്രെയിം ജനറേഷന് വേണ്ടി മാത്രം 3050-60 ഇവിടെ ഒരു ഗ്രാഫിക് കാർഡ്, മദർ ബോർഡ് ആസ്യൂസിൻ്റെ X870 ക്രിയേറ്റർ ബോർഡാണ്. എനിക്ക് തോന്നുന്നു ഇതിന് 2 GPUയും PCI 5ൻ്റെ സപ്പോർട്ട് ഉണ്ട്. മോണിറ്റർ ഒരു LGയുടെ ഒരു 4K 144 Hz മോണിറ്റർ. അപ്പോൾ ഒരു RTX 3050 കാർഡ് പുള്ളി മേടിച്ചത് ഏകദേശം 8500 രൂപയിൽ താഴെ വില വരുന്ന ഒരു യൂസ്ഡ് കാർഡാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം, എന്താണ് ഇതിൻ്റെ പ്രസക്തി? സംഭവം കാരണം വളരെ വാലിഡാണ്. നമ്മളുടെ NVIDIA ഇപ്പോഴും 30 സീരീസ് കാർഡുകൾക്കൊന്നും ഈ ഫ്രെയിം ജനറേഷൻ കറന്റ് ജെൻ ടെക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ലൂസ്ലെസ് സ്കെയിലിംഗ് ഉപയോഗിച്ച ആളുകൾ സ്വന്തം രീതിയിൽ ഫ്രെയിം ജനറേഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. പഴയ പവർഫുൾ GPU വീണ്ടും ലൈഫ് ഇങ്ങനെ പുതിയൊരു ലൈഫ് കിട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണിത്. നമ്മളുടെ AMD RX 6400, 6500 XT, GTX 1050 ഇതൊക്കെ നമ്മൾ 1080p or 1440p അപ്പ് സ്കെയിലിങ്ങിന് വേണ്ടിയിട്ട് ഡുവൽ GPU ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ RX 6600, 3060 പോലുള്ള GPUകൾ
4K അപ്സ്കെയിലിങ്ങിന് വേണ്ടിയിട്ടും ഫ്രെയിം ജനറേഷൻ സെക്കൻഡ് GPU ആയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ആപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ സാധാരണ ഗെയിമർമാർക്കുള്ള ഒരു എന്താ പറയുക സൊല്യൂഷൻ അല്ല. 2 GPU, എക്സ്ട്രാ മദർ ബോർഡ് സ്ലോട്ട്, കൂടുതൽ കറണ്ട് ഉപയോഗം, ക്വാളിറ്റി, പവർ സപ്ലൈ ഒക്കെ എല്ലാത്തിനും ഇതിനൊക്കെ ആവശ്യമുണ്ട്. എന്തായാലും ഒരു കാര്യം ഈ എക്സ്പെരിമെന്റ് തെളിയിച്ചിട്ടുണ്ട്. ഫ്രെയിം ജനറേഷൻ പരിപാടി നിർബന്ധമായും മെയിൻ GPUവിൽ തന്നെ ചെയ്യണം എന്നില്ല. ഭാവിയിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള ഒരു ഓഫ് ലോഡിങ് ടെക്നോളജി കൂടുതൽ ഡെവലപ്പായി വന്നിട്ടുണ്ടെങ്കിൽ പഴയ പവർഫുൾ GPUകൾക്കൊക്കെ വീണ്ടും എന്താ പറയുക വീണ്ടും ഒരു പുതിയ ലൈഫ് വന്നൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ RTX 3090 ഉപയോഗിച്ച് ഗെയിം റെൻഡർ ചെയ്യുകയും നമ്മളുടെ 3050 ഉപയോഗിച്ചിട്ട് ഫ്രെയിം ജനറേഷൻ മാത്രം ചെയ്തുകൊണ്ടിട്ട് 4K 144 ഹെർട്സ് മോണിറ്ററിൽ പുള്ളി ആ FPS അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇത് NVIDIAയുടെ ഒഫീഷ്യലായിട്ടുള്ള ഫ്രെയിം ജനറേഷൻ ടെക്നോളജി അല്ല. ലൂസ്ലെസ് സ്കെയിലിംഗ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള പഴയ 30 സീരീസ് പവർഫുൾ GPUകൾക്ക് പുതിയൊരു ലൈഫ് കൊടുക്കുന്ന ഒരു പരീക്ഷണം പരിപാടിയാണിത്. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് ആരെങ്കിലും എൻ്റെ ഈ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കേൾക്കാനായിട്ട് താല്പര്യമുണ്ട്. ഈ ഇരിക്കുന്ന GPU 2060 സൂപ്പറാണ്. 2060 സൂപ്പർ കാർഡാണ്. 8GB വേർഷൻ വരുന്ന കാർഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടും ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാർഡ് ആക്ച്വലി 50 സീരീസിലെ കാർഡാണ്. 5060 Ti 16GB ഒരു കാർഡാണ്. ഞാൻ മേടിച്ചത് 40,000 റുപ്പീസിനാണ്. ആ ഒരു കാർഡ് ഓൾറെഡി കറന്റ് ജെൻ ഫ്രെയിം ജെൻ ടെക്നോളജി ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്നൊരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട്. നമ്മളുടെ 2060 സൂപ്പർ വെച്ചിട്ട് ഈ ലൂസ്ലെസ് സ്കെയിലിംഗ് ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഭയങ്കര കുറേ നാട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ GPU പവർ മദർ ബോർഡിലേക്ക് പവർ കൊടുത്തിട്ട് വേറൊരു പവർ സപ്ലൈ വെച്ചിട്ട് PCI പവറും കൊടുത്തുകൊണ്ടിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക പവർ സപ്ലൈ ഒക്കെ വെച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാവുമെന്നറിയില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഈ കമ്മ്യൂണിറ്റി എനിക്ക് ഇനിയും അങ്ങോട്ട് വളർത്തണം എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മരണം വരെ എൻ്റെ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ടെക്കിൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിൽ ഈ ഒരു സംഭവം വളർത്തണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.